ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയുമായി കൂടിക്കാഴ്ച നടത്തും. കേരള ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് വിഷൻ 2031 അന്താരാഷ്ട്ര സമ്മേളനം തുടക്കം കുറിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം സ്വദേശികളായ 2 പേർ മരിക്കാനിടയായ സംഭവം ഭക്ഷ്യവിഷബാധയാണോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 സയൻസ് പാർക്കുകളിലൊന്നായ കണ്ണൂർ സയൻസ് പാർക്കിന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ICC T20 ലോകകപ്പിൽ ന്യൂസിലൻഡ് കാനഡ മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതി വിലയിരുത്തുകയും സുപ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം ഇരു നേതാക്കളും ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷം 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് പ്രത്യേക സെഷൻ സംഘടിപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരിയും ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ഉച്ചകോടിയിൽ 2 സുപ്രധാന ദേശീയ പദ്ധതികളായ സഹി, ബോധ് എന്നിവയും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയിലെ പ്രധാന പരിഷ്കാരങ്ങളും വിപുലീകരണ പദ്ധതികളും അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ചേരും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കായി 2 ലക്ഷം പുതിയ വിവിധോദ്ദേശ കാർഷിക വായ്പാ സൊസൈറ്റികൾ, ക്ഷീര മത്സ്യ സഹകരണ സംഘങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിലെ പുരോഗതി യോഗം ചർച്ച ചെയ്യും. കേരള ചരിത്രത്തിലെ പുതിയൊരധ്യായത്തിനാണ് വിഷൻ 2031 തുടക്കം കുറിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷൻ 2031 അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെമ്പാടുമുള്ള പ്രതിഭകളുടെ വിജ്ഞാനവും അനുഭവവും സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് ഉപയോഗിക്കാൻ ഇതിലൂടെ സാധിച്ചു. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും വരും കാലത്തെ വളർച്ചയ്ക്ക് അടിത്തറയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള അക്കാദമിക് വിദഗ്ധരെയും പ്രതിഭകളെയും സാങ്കേതിക വിദഗ്ധരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. വരുംകാലത്ത് കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്ക് അടിത്തറയാവും ഈ കോൺഫറൻസിൽ ഉയർന്നു വന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും എന്ന കാര്യത്തിൽ സംശയമേയില്ല. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് മൂന്നാറിൽ ഉയർന്ന UV സൂചിക 8 രേഖപ്പെടുത്തി. ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UV സൂചിക 6 മുകളിൽ പോകുന്നത് ചർമ്മരോഗങ്ങൾക്കും സൂര്യാതപത്തിനും കാരണമായേക്കാം. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. നിലവിലെ വർധന ഗൗരവമായി കാണണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 സയൻസ് പാർക്കുകളിലൊന്നായ കണ്ണൂർ സയൻസ് പാർക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. വൈകിട്ട് 3 മണിക്ക് അഞ്ചരക്കണ്ടി ചെറിയ വളവിലാണ് ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വേങ്ങാട് പഞ്ചായത്തിലെ പടുവിലായി വില്ലേജിലെ കിൻഫ്ര ഏറ്റെടുത്ത 25 ഏക്കർ ഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുക. 317 കോടി രൂപ ചെലവിൽ 5 ലക്ഷം ചതുരശ്രടി വിസ്തൃതിയിൽ 9 നിലകളോടെയാണ് പാർക്ക് പണിയുക. പ്ലഗ് ആൻഡ് പ്ലേ സ്പേസ്, കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം, ഡേ കെയർ, ബാങ്ക്, ഫുഡ് കോർട്ട്, ജിം, സ്പോർട്സ് സെന്റർ, ക്ലിനിക്ക് എന്നീ സൗകര്യങ്ങളും ഒരുക്കും. ഏകദേശം 4000-ഓളം പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാനുള്ള സൗകര്യം IT ടവറിലുണ്ടാവും. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് നിർമ്മാണ പ്രവൃത്തികളുടെ ഏകോപന ചുമതല. കണ്ണൂർ പിരളശ്ശേരിയിൽ AKG മ്യൂസിയവും കീഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ചു. ഭക്ഷ്യവിഷബാധയെന്നാണ് സംശയം. സംഭവത്തെ തുടർന്ന് വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് പൂട്ടിച്ചു. കൊല്ലം ചടയമംഗലം നിലമേൽ സ്വദേശി ഷാജി, ഭാര്യാമാതാവ് റാഷിദ ബീവി എന്നിവരാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. പാരിപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാജിയുടെ ഭാര്യ സജിമോളെ തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ മരിക്കാനിടയായ സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യവിഷബാധയാണോ മരണകാരണമെന്ന് പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാകൂവെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. രാവിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സ്യം കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിച്ച മറ്റുള്ളവർക്കുണ്ടോ, അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ എടുക്കണമല്ലോ. ഈ ഘട്ടത്തിൽ എന്താണെന്നുള്ളത് വകുപ്പിന് സ്ഥിരീകരണം ഇല്ല. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പറയാനായിട്ട് കഴിയുക. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വോട്ടർ പട്ടിക തീവ്ര പരിശോധനയും അവലോകനം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകൻ NK മിശ്ര ഇന്ന് കൊൽക്കത്തയിലെത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാളുമായി അദ്ദേഹം സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും. തൊഴിലിടങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച് 11 ഔദ്യോഗിക ഭാഷകളിൽ തൊഴിലാളികൾക്ക് പരാതി നൽകാവുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കി തൊഴിൽ വകുപ്പിന് കീഴിലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം. അടുത്ത മാസം ആദ്യവാരം മുതൽ തൊഴിലാളികൾക്ക് ആപ്പ് ഉപയോഗിക്കാനാകും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അതിഥി തൊഴിലാളികൾക്ക് മുതൽ അവിദഗ്ധ തൊഴിലാളികൾക്ക് വരെ പരാതികൾ ലളിതമായി നൽകാൻ കഴിയുന്ന വിധത്തിലാണ് ആപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പിൽ ശബ്ദം, എഴുത്ത്, ചിത്രം, വീഡിയോ എന്നീ മാധ്യമങ്ങളിൽ പരാതികൾ സമർപ്പിക്കാൻ കഴിയും. അന്തിമ നടപടി വരെ പരാതിയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും സാധിക്കും. പരാതിക്കാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന വിധത്തിലാണ് സംവിധാനം. തൊഴിലാളികൾക്ക് ഡിജിറ്റൽ സുരക്ഷാ കവചം ഒരുക്കുന്ന ആപ്പ് ആദ്യമായാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അധികൃതർ പറഞ്ഞു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം നടക്കും. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മീനമാസ പൂജയ്ക്കായി അടുത്ത മാസം 14-ന് നട തുറക്കും. തുടർന്ന് 19-ന് അടയ്ക്കുന്ന നട 10 ദിവസത്തെ ഉത്സവത്തിനായി മാർച്ച് 22-ന് വീണ്ടും തുറക്കും. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അതേസമയം റംസാൻ മാസപ്പിറവി കാണുന്നവർ അറിയിക്കണമെന്ന് സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ അറിയിച്ചു. ICC T20 ലോകകപ്പിൽ ന്യൂസിലൻഡ് കാനഡ മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ കാനഡ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കാനഡ 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺ എന്ന നിലയിലാണ്. ഉച്ചകഴിഞ്ഞ് 3-ന് പല്ലേക്കലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അയർലൻഡ് സിംബാബ്വേയെയും വൈകിട്ട് 7-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്കോട്ട്ലൻഡ് നേപ്പാളിനെയും നേരിടും. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി സമഗ്രമായ ക്രമീകരണങ്ങളൊരുക്കി ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ. പ്രത്യേക ട്രെയിൻ സർവീസുകൾ, അധിക സ്റ്റോപ്പുകൾ, ടിക്കറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. എറണാകുളം, നാഗർകോവിൽ റൂട്ടുകളിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. മാർച്ച് 3-ന് ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ട്രെയിനുകൾ 1 മുതൽ 4 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പുറപ്പെടും. നാഗർകോവിലിലേക്കുള്ള ട്രെയിനുകൾ 5-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടും. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ധനവകുപ്പുമായും ആശയവിനിമയം നടത്തി. എൻട്രി കേഡറിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം ധനവകുപ്പ് അംഗീകരിച്ചു. സംഘടനാ നേതാക്കൾ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുമിറക്കി. കേസുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി യോഗത്തിൽ അറിയിച്ചിരുന്നതായും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയുമായി കൂടിക്കാഴ്ച നടത്തും. കേരള ചരിത്രത്തിലെ പുതിയൊരധ്യായത്തിനാണ് വിഷൻ 2031 അന്താരാഷ്ട്ര സമ്മേളനം തുടക്കം കുറിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം സ്വദേശികളായ 2 പേർ മരിക്കാനിടയായ സംഭവം ഭക്ഷ്യവിഷബാധയാണോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 സയൻസ് പാർക്കുകളിലൊന്നായ കണ്ണൂർ സയൻസ് പാർക്കിന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ICC T20 ലോകകപ്പിൽ ന്യൂസിലൻഡ് കാനഡ മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.